ദതിയ ജില്ലക്കാരനായ മയങ്ക് ഷാക്യ എന്ന യുവാവും ഇതേ ആപ്പിൽ സജീവമായിരുന്നു. പണിക്ക് പോയി കിട്ടുന്ന സമയങ്ങളിൽ പാട്ടുകൾ കേൾക്കുന്ന ഒരു സാധാരണ ഇലക്ട്രീഷ്യൻ ഒരു ദിവസം പലക്കിൻ്റെ പാട്ട് കേട്ട് മയങ്ക് ആ ശബ്ദത്തെ പ്രശംസിച്ചുകൊണ്ട് അവൾക്കൊരു സന്ദേശം അയച്ചു. സ്വാഭാവികമായും വളരെ സൗമ്യമായി പെരുമാറുന്ന പലക്ക് അതിന് നന്ദി പറഞ്ഞു. ആ ചെറിയ സംസാരം പതിയെ നീളാൻ തുടങ്ങി. ആപ്പിലെ മെസ്സേജുകൾ പിന്നീട് വാട്സാപ്പിലേക്കും ഫോൺ കോളിലേക്കും വഴിമാറി. ഓഫീസ് വിട്ടു വന്നാലുള്ള പലക്കിൻ്റെ ക്ഷീണം മാറ്റാൻ മയക്കിൻ്റെ വാക്കുകൾക്കായി ഒരു ദിവസം മുഴുവൻ നടന്ന കാര്യങ്ങൾ അവർ പരസ്പരം പങ്കുവച്ചു. അങ്ങനെ മയങ്ക് അവൾക്കൊരു നല്ല സുഹൃത്തായി. പതിയെ അതൊരു പ്രണയമായി മാറി. പ്രണയം കടുത്തതോടെ അവർ നേരിൽ കാണാൻ തീരുമാനിച്ചു. ദതിയയിൽ നിന്നും ഏകദേശം 485 കിലോമീറ്ററോളം ദൂരം ബസ്സിലും ട്രെയിനിലുമായി യാത്ര ചെയ്ത് മയങ്ക് ഇൻഡോറിലെ പലക്കിനെ കാണാൻ വരുമായിരുന്നു. പലക്കിൻ്റെ ഫ്ലാറ്റിൽ വന്നിരിക്കാനും ഇൻഡോറിലെ മാർക്കറ്റുകളിലും ചോപ്പാട്ടിയിലും ഒരുമിച്ച് സമയം